ഇന്നത്തെ ഫോറസ്റ്റ് സ്റ്റോറിയിൽ വയനാട്ടിലെ തോൽപ്പട്ടി ഫോറസ്റ്റ് റേഞ്ചിലൂടെ നാഗർഹോള ടൈഗർ റിസർവ് ടച്ച് ചെയ്ത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ ഇഷ്ട സങ്കേതമായിട്ടുള്ള കബനി ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന ഈ ബീച്ചനഹള്ളി ഡാമിൻ്റെ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ വന്ന് ഭാഗ്യമുണ്ടെങ്കിൽ വന്യജീവികളുടെ വെള്ളം കൂടിയൊക്കെ കണ്ട് തിരിച്ച് നാഗർഹോളയിൽ ഒരു സഫാരിയൊക്കെ നോക്കി അങ്ങനെ ആകെ മൊത്തം വെള്ളവും കാടും വന്യമൃഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ട്രാവൽ സ്റ്റോറിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ചെറിയൊരു റൂട്ട് മാപ്പ്. മഴ, തണുപ്പ്, പച്ചപ്പ്, ആഹാ അന്തസ് എന്നാണോ ഈ താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്കിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുക. അങ്ങനെ ചുരമൊക്കെ കയറി നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ വ്യൂ പോയിന്റിലെത്തി. അങ്ങനെ വയനാടൻ ഗേറ്റൊക്കെ കഴിഞ്ഞ് രാത്രി റിസോർട്ടിലെത്തി. പിന്നെ ഇവിടെ കിടന്നുറങ്ങി രാവിലെ കുറച്ച് വയനാടൻ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ബാവേലി റൂട്ട് പിടിച്ചു. അവിടുന്ന് ബാവേലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ 20 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് കർണാടകയുടെ നാഗർഹോള ടൈഗർ റിസർവിലേക്ക് കയറി. ആദ്യം ഇവിടെ ഈ ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാറിന് 20 രൂപയും ബൈക്കിന് 10 രൂപയൊക്കെ ടിക്കറ്റ് ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ എവിടെ പോകണു, എപ്പോൾ തിരിച്ചു വരും, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കുകയും വേണം. അതേ നമ്മുടെ ആദ്യത്തെ കണി പുള്ളിമാൻ അഥവാ സ്പോട്ടഡ് ഡിയർ. ഈ കാട്ടുപോത്തിനെ പുള്ളിമാനെയൊക്കെ ഈ റോഡ് സൈഡിൽ കാണുന്നതിനൊരു കാരണം കൂടി ഉണ്ട്. മനുഷ്യസഞ്ചാരമുള്ള മേഖലകളിൽ ഇവരൊന്നുകൂടെ സേഫ് ആയിരിക്കും. ഇങ്ങോട്ടേക്ക് ഈ ഉൾക്കാട്ടിലെ പോലെ കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണം കുറവായിരിക്കും. പിന്നെ ഈ മെയിലിൻ്റെ കൊമ്പ് ഓരോ വർഷവും കൊഴിച്ച് പുതിയ കൊമ്പ് ഇങ്ങനെ ഇവർക്ക് വന്നുകൊണ്ടിരിക്കും. ഈ കൊഴിച്ച് കളയുന്ന കൊമ്പ് ഇവർ തന്നെയാണ് കഴിക്കുന്നത്. അവർക്ക് വേണ്ട പോഷകങ്ങളുടെയൊക്കെ ഒരു മെയിൻ സോഴ്സ് ഈ പൊഴിച്ചു കളയുന്ന കൊമ്പാണ് പോലും. മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ടാണ് നാഗർഹോള ഉള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വീഡിയോകളിലും ആനക്കൂട്ടങ്ങളൊക്കെ ധാരാളമായിട്ട് കാണാനും പറ്റും. കാരണം ഈ റോഡ് സൈഡിലെ മുളച്ച പുല്ലുകളൊക്കെ കഴിക്കാനായിട്ട് വരുന്നതാണ് ഫാമിലിയൊക്കെ ആയിട്ട്. പിന്നെ ആനേനെ മാത്രം കാണേണ്ടവർക്ക് ഏറ്റവും ലാസ്റ്റ് നോക്കിയ ആനയുടെ കുറേ വിഷ്വൽസ് ഉണ്ട്. പിന്നെ ക്ഷമയുള്ളവർക്ക് ഇതിൻ്റെ ഇടയ്ക്കും കുറേ വിഷ്വൽസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമൊക്കെ പോലെ നോക്കി ഏതാണെന്ന് വെച്ചാൽ കണ്ടോളൂ. നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന നാഗർഹോള ടൈഗർ റിസർവ് കർണാടകയിലെ മൈസൂരിൻ്റെയും കൊടകിൻ്റെയും ഒക്കെ ഒരു വലിയ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. 849 ചതുരശ്ര കിലോമീറ്ററാണ് ആകെ വലിപ്പം. അതിൽ തന്നെ 643 ഏക്കർ കോർ ഏരിയയാണ്. ബാക്കിയുള്ള 204 ഏക്കർ ബഫർ സോണും. ഇതിൽ നമ്മൾ ഈ സഫാരിക്കൊക്കെ പോണത് ആകെയുള്ളതിൻ്റെ 10-1 ഭാഗം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഈ വലിയ ഗാർഡിൻ്റെ ജലസ്രോതസ് കബനിയും ടാക്കര റിസർവോയറൊക്കെയാണ്. അതേ നിൽക്കുന്നൊരു ആനക്കൂട്ടം 5 ആനകളുള്ളൊരു കൂട്ടാണ് കേട്ടോ. അതിലൊരു കുട്ടിയാനയുണ്ട്. ഈ ആനക്കൂട്ടം ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ഈ കൂട്ടത്തിൽ സാധാരണ കൊമ്പന്മാരുണ്ടാവില്ല. കൊമ്പന്മാർ മെയ്റ്റ് ചെയ്യാൻ മാത്രമേ കൂട്ടത്തിൻ്റെ കൂടെ കൂടാറുള്ളൂ. മെയ്റ്റിങ് കഴിഞ്ഞാൽ അവരെ കൂട്ടത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യും. അതിനിപ്പോൾ ഉണ്ടായതൊരു കൊമ്പനാണെങ്കിലും ഒരു നിശ്ചിത പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും. പണ്ട് നമ്മൾ ഈ പാസ്പോർട്ടൊക്കെ എടുക്കാൻ 18 വയസ്സാണ് നോക്കിയിരിക്കുന്ന പോലെ. എന്നിട്ട് വേണമല്ലോ അവരെ ഗൾഫിലേക്ക് കയറ്റിവിടാൻ. ഇതേപോലെ തന്നെയാണ് ആനകളുടെ കാര്യം. ഒരു കുടുംബത്തിൽ ആനയായിട്ട് മെയ്റ്റ് ചെയ്തൊരു കൊമ്പൻ അടുത്ത തവണ വേറൊരു ഫാമിലിനെ തപ്പി കണ്ടുപിടിച്ചോളാം. സത്യം പറഞ്ഞാൽ കൊമ്പന് സ്വന്തം കുട്ടിയെ പോലും അറിയുന്നുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ അരിക്കൊമ്പൻ ന്യൂസൊക്കെ വളരെ പോപ്പുലർ ആയിരിക്കുന്ന സമയത്ത് ആനകളുടെ ഫാമിലി അറ്റാച്ച്മെൻറ്റിനെയൊക്കെ പറ്റി കുറേ സ്റ്റോറികളൊക്കെ കേട്ടു. ശരിക്കും കൊമ്പന്മാർക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. അവരേതെങ്കിലും ഒരു കൂട്ടത്തിൻ്റെ കൂടെ മെയ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൂടുന്നത്. ആ മെയ്റ്റിങ്ങിൻ്റെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ആ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അതിപ്പോൾ ചില സമയത്ത് ഈ കൊമ്പനാനകൾ സ്വന്തം കുട്ടീനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതിന് മുന്നേ തന്നെ ഫീമെയിൽസ് അവരെ ആ ഒരു കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവും. അങ്ങനെ കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ കർണാടകയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് എത്തി. ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാനം കൃഷി തന്നെയാണ്. സത്യത്തിൽ അവർ കൃഷി ചെയ്യണോണ്ട് നമ്മൾ കേരളക്കാർ പട്ടിണിയില്ലാതെ ജീവിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ പോകാൻ പോകുന്ന കബനി നദീനെ കപില എന്നും വിളിക്കാറുണ്ട്. കേരളത്തിൽ ആകെ 44 നദികളാണല്ലോ ഉള്ളത്. അതിൽ 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. കബനിയും ഭവാനിയും പിന്നെ പാമ്പാറും. ഈ 3 നദികളാണ് കാവേരി നദിയുടെ പ്രധാന ജലസ്രോതസ്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, ഈ നദിയിലെ വെള്ളത്തെ സംബന്ധിച്ചാണ് കർണാടകയും തമിഴ്നാടും സുപ്രീം കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ കേരളവും കക്ഷി ചേർക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം കാവേരി നദി കേരളത്തിലൂടെ ഒഴുകുന്നൊന്നുമില്ലെങ്കിലും കാവേരി നദിയുടെ പ്രധാന ജലസ്രോതസ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കബനിയും ഭവാനിയും പാമ്പാറുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കും കിട്ടിയ ഒരു കുതിരപ്പവൻ. ഈ സ്ഥലം വന്യമൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വരുന്ന ഒരു ഏരിയ കൂടിയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു സഫാരി വണ്ടിയൊക്കെ വന്ന് കുറച്ച് നേരം ഏതെങ്കിലും വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഒന്നിനും കാണാത്തപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർ ആ ഒരു കാര്യം കൂടി എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം വരാൻ. ഇവിടെ വന്യമൃഗശല്യമൊക്കെ ഉള്ള ഏരിയ തന്നെയാണ്. കർണാടകയിലെ മൈസൂർ ജില്ലയിൽ ഹെഗ്ഗദേവനക്കോട്ടയ്ക്കടുത്ത് ബീദരഹള്ളിക്കും ബീച്ചനഹള്ളിക്കും ഇടയിലാണ് ഈ കബനി അണക്കെട്ട് പണിതിരിക്കുന്നത്. ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനൊക്കെ ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇരുവശങ്ങളിലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവും നാഗർഹോള ടൈഗർ റിസർവും ഉള്ളത്. ഈ പുലിക്കും കടുവയ്ക്കൊക്കെ ബോറടിക്കുമ്പോൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ വേണമെങ്കിൽ നീന്തി വരാം. പക്ഷേ അങ്ങനെ വരാറൊന്നുമില്ല. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം.
വയനാട്ടിലുള്ളവർ ഈ ഒരു ഭാഗത്തിനൊക്കെ ഈ അണക്കെട്ടിനാണെങ്കിലും ബീച്ചനഹള്ളി എന്നാണ് പറയാറ്. പക്ഷേ ഈ ഡാമിൻ്റെ ശരിക്കുള്ള പേര് കബനി എന്നാണ്. ഈ കബനിയിലെ ട്രെക്കിംഗ് പ്രോഗ്രാമിനെ പറ്റിയൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അതിൽ ബോട്ടിംഗ് സഫാരിയൊക്കെ നടക്കുന്നത് ഈ റിസർവോയറിന് തന്നെ തൊട്ടപ്പുറത്തെ ഭാഗത്താണ്. നാഗർഹോള ടൈഗർ റിസർവിൻ്റെ ഒരു ഭാഗം വയനാട് വന്യജീവി സങ്കേതവും ഒരു ഭാഗം ബന്ദിപ്പൂർ ടൈഗർ റിസർവാണ്. 1999 ഇന്ത്യയുടെ 37ാമത്തെ ടൈഗർ റിസർവായിട്ടാണ് നാഗർഹോള സ്റ്റാർട്ട് ചെയ്യുന്നത്. നിലവിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അഥവാ ലോക പൈതൃക പട്ടികയുടെ ലിസ്റ്റിലുള്ള ടൈഗർ റിസർവാണിത്. നല്ല ഡ്രൈ ആയി കിടന്നിരുന്ന ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇപ്പോഴാണ് ചെറുതായിട്ട് മഴയൊക്കെ കിട്ടി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിണ്ട് കീറിയ ഭാഗങ്ങളൊക്കെ ചെറിയ ചെറിയ പച്ചപ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 ആഴ്ച കൂടി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴ കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ ഫുള്ള് പച്ചപ്പാവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. മഴയൊക്കെ കഴിഞ്ഞ് നമുക്കൊന്നും കൂടി വരാം. പണ്ട് സ്ഥിരമായിട്ട് ഈ വരൾച്ചയുടെയൊക്കെ സമയത്ത് മാതൃഭൂമി മനോരമ പത്രത്തിലൊക്കെ കാണുന്ന ഒരു സ്ഥിരം ഫോട്ടോഗ്രാഫായിരുന്നത്. ഇങ്ങനെ ഈ വിണ്ട് കീറി കിടക്കുന്ന ഭാഗത്ത് ചെറിയ പുൽനാമ്പുകൾ വിളക്കിയത്, എന്നിട്ട് പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ എന്നൊക്കെ പറഞ്ഞ ഹെഡിങ് കാണും. അപ്പോൾ പത്രത്തിൽ കണ്ട ആ ഒരു പണ്ടത്തെ കാഴ്ചകളൊക്കെ ഇപ്പോഴാണ് ശരിക്കും ഒന്ന് നേരിട്ട് കാണുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ പുല്ലൊക്കെ കയറി അടിപൊളിയാവും ഇവിടെ. അങ്ങനെ നമ്മൾ ഈ കബനി റിസർവോയറിൻ്റെ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് റിസർവോയറിലൂടെ ഒരുപാട് നേരമൊക്കെ നടന്ന് ചെറിയൊരു ഡ്രൈവൊക്കെ ചെയ്ത് തിരിച്ച് ഹൈവേയിലേക്ക് തന്നെ കയറാൻ പോവാണ്. ഈ പോകുന്ന വഴിയൊക്കെ കണ്ടോ, കർണാടകയുടെ ശരിക്കും ഗ്രാമപ്രദേശമാണ്. ഈ മലയാളികളൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നുണ്ട്. കർണാടകയിലെ ഇഞ്ചി കൃഷിയൊക്കെ വളരെ ഫേമസ് ആണല്ലോ, അതുപോലെ തന്നെ വാഴക്കൃഷിയൊക്കെ. മലയാളികളാണെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു കളർ തന്നെ ഒരു കറുപ്പ് കലർന്ന നല്ല മണ്ണാണ്. അതുപോലെ തന്നെ നിരന്ന പ്രദേശവും. നമ്മുടെ നാട്ടിലെ പോലെ മലകളും കുന്നുകളൊക്കെ ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല കാലാവസ്ഥയും നല്ല വെയിലും വെള്ളത്തിന് ചെറിയ ക്ഷാമമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് പരിഹരിക്കാനായിട്ട് ബോർവെല്ലും ഒക്കെ ആയിട്ടാണ് ഇവിടെ കൃഷി. ശരിക്കും ഈ കർണാടകയുടെ ഒരു പ്രധാന വരുമാനം കൃഷി മേഖല തന്നെയാണ്. അങ്ങനെ ഈ നാഗർഹോളയുടെ ട്രെക്കിംഗ് പ്രോഗ്രാമൊക്കെയുള്ള ടിക്കറ്റൊക്കെ എടുക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ടിക്കറ്റ് കൗണ്ടറൊക്കെ കഴിഞ്ഞ് കൽപ്പറ്റയുള്ളവരുടെ ടേസ്റ്റി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. സാധാരണ KSRTCയിലൊക്കെ ബാംഗ്ലൂർ മൈസൂരൊക്കെ പോകുന്നവർ എപ്പോഴും ഈ ഹോട്ടലൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഫുഡ് കഴിക്കുന്നത്. പിന്നെ കർണാടക വന്ന പ്രമാണിച്ച് പെട്രോൾ അടിയും കൂടിയുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലിപ്പോൾ 109 രൂപയാണ് പെട്രോളിൻ്റെ റേറ്റ്. പക്ഷേ ഇവിടെ 102 രൂപയാണ്. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും 7 രൂപയുടെ 8 രൂപയുടെ ഒക്കെ വ്യത്യാസം കർണാടകയിലുണ്ട്. ഇതാണ് കാക്കനക്കോട്ട സഫാരി സെൻറ്റർ. നമ്മുടെ നാഗർഹോള ടൈഗർ റിസർവിലെ സഫാരി ബുക്കിങ്ങും ടിക്കറ്റ് എടുക്കലൊക്കെ ഇവിടെ നിന്നാണ്. നേരെ കാണുന്ന ഈ ഒരു വഴിക്കാണ് നമ്മളെ സഫാരി. ഇതിൻ്റെ സൈഡിലായിട്ട് വലിയ മെറ്റലിൻ്റെ കമ്പിയൊക്കെ നമ്മുടെ റെയിൽവേ ട്രാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ വലിയ കമ്പിയൊക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആനിമൽസ്, പ്രത്യേകിച്ച് ആനയൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ വന്ന ബാവലി വഴി ശരിക്കും രാത്രി യാത്ര നിരോധനമുള്ള ഒരു മേഖലയാണ്. 6 മണിയാകുമ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് അടയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് 20 രൂപയുടെ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ 2 ചെക്ക് പോസ്റ്റിനുള്ളിലും വൈകുന്നേരം 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടത്തി വിട്ടില്ല. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ 6 മണിക്കുള്ളിൽ ഈ ഒരു ചെക്ക് പോസ്റ്റിനുള്ളിൽ കയറണം. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വണ്ടികൾക്ക് വേണ്ടി മാത്രമേ ഈ അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് തുറന്നു തരുള്ളൂ. അതിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്ന വണ്ടികൾക്ക് മാത്രം, വേറൊരു വണ്ടികൾക്കും ഇതിൽ എൻട്രി ഇല്ല. പിന്നെ നമുക്ക് മൈസൂർക്കൊക്കെ, ഇപ്പോൾ മാനന്തോട്ടിൽ നിന്ന് മൈസൂരിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ട വഴി പോകണം, അല്ലെങ്കിൽ ബത്തേരി വഴിയുള്ള മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി അതിലേ പോകണം. ആ 2 വഴികൾ മാത്രമേ നമുക്ക് കർണാടകയിലേക്ക് കിടക്കാനുള്ളൂ. ഈ ബാവലി വഴിയൊക്കെ രാത്രി അടയ്ക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർ ഈ ഒരു ടൈമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. തിരിച്ച് കർണാടകയുടെ ചെക്ക് പോസ്റ്റ് ഇറങ്ങി ഇപ്പോൾ കേരളത്തിലെ തോൽപ്പട്ടി ഫോറസ്റ്റ് റേഞ്ചിനുള്ളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കാടും ആനകളെ കാണുന്നതിന് മോശമൊന്നുമല്ല. പറഞ്ഞു തീർന്നില്ലല്ലോ, 100 ആയിസ അതേ നിൽക്കുന്നത് ആളൊരു ചെറിയ പിടിയാണ്. ഇതിൻ്റെ അമ്മ കുറച്ചങ്ങ് മാറി അപ്പുറത്തെ കാട്ടിലേക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ അമ്മ പുറത്തേക്ക് വന്നില്ല എന്ന് മാത്രം. ഈ കാട്ടിലെ വണ്ടി നിർത്തുന്നതും അതുപോലെ തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതും വണ്ടിയിൽ നിന്ന് തീറ്റ കൊടുക്കുന്നതും ഒക്കെ ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ അടിക്കുന്ന കേസാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഈ വണ്ടിയിൽ നിന്ന് കുറച്ച് നേരം വീഡിയോ എടുത്തുള്ളൂ. ഈ വീഡിയോ എടുത്ത സമയത്ത് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ കാറിൽ നിന്ന് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ആനയുടെ സെൽഫി ഒക്കെ എടുക്കുന്നതാണ്. ഈ ആനയായിട്ട് സെൽഫി എടുക്കുന്നത് കുറേ നേരമൊക്കെ ആന കണ്ടുകൊണ്ട് നിന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആന ചാർജ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ആന ചാർജ് ചെയ്ത സമയത്ത് അയാളുടെ ഒരു വീഡിയോ എടുത്തിരുന്നെങ്കിൽ 7 കൊണ്ട് വൈറലായാലും. ഈ ആനക്കൂട്ടങ്ങളൊക്കെ എപ്പോഴും ഡേഞ്ചറായിരിക്കും. കൂട്ടത്തിൽ പ്രത്യേകിച്ച് കുട്ടിയുള്ള സമയത്ത്, അവരുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടികളുള്ളപ്പോൾ എപ്പോഴും ഈ പാരൻ്റായിട്ടുള്ള ഈ ഗാർഡിയൻസ് ആയിട്ട് നിൽക്കുന്ന ആനകൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അവരുടെ മുമ്പിൽ നിന്നും വലിയ ഹീറോയിസ് കാണിക്കാതിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിലെ കാഴ്ചകൾ. ഇനി ഇതിൻ്റെ വേറെ പാട്ടായിട്ട് വേറെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. വീഡിയോസിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.